ഇന്ന് ഒരു എനർജറ്റിക് ഡേ ആണ്. ചില ദിവസങ്ങളിൽ എനിക്കിങ്ങനെ എന്താണെന്നറിയില്ല, ഭയങ്കര എനർജി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ട് എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ നടുമുറ്റത്തിലുള്ള വിളക്കുകളാണ് കേട്ടോ. നമ്മൾ പഴയ മണ്ണെണ്ണ വിളക്കൊക്കെ ഇല്ലേ, അതുപോലെയുള്ള ലാമ്പാണ്. അപ്പോൾ ഇത് കത്തിച്ച് നോക്കിയിട്ട് കുറേ നാളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് കത്തിച്ച് നോക്കാമെന്ന്. നമുക്ക് അല്ലു ലല്ലി എന്താ ചെയ്യണേന്ന് നോക്കാം. ദേ അവരുടെ തൂവൽ കണ്ടോ. ഇവർ ഈ കുളത്തിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ മറ്റേ കുളത്തിലേക്ക് വരാറേ ഇല്ല കേട്ടോ. നിങ്ങൾ കുട്ടിക്കാലത്ത് ഈ വാഴക്കൊമ്പിൽ തേനൊക്കെ കുടിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ ചുമ്മാ ഇങ്ങനെ കുടിച്ചു നോക്കുമായിരുന്നു കേട്ടോ. പക്ഷേ അധികം തേനൊന്നും ഇല്ല, എന്നാലും ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് തുളസിയുടെ ഇലയൊക്കെ പറിച്ചിട്ട് നല്ല ചൂട് വെള്ളത്തിലിട്ട് കുടിക്കാം. ഫസ്റ്റ് നമ്മളെപ്പോഴും വീട്ടിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ തുളസിയുടെ ഇലയും അതേപോലെ പനിക്കൂർക്കയുടെ ഇലയൊക്കെ ഇടാറുണ്ട്. കുറേ നാളായിട്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ 4 ലാമ്പ് കണ്ടോ, അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഈ ലാമ്പ് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇനി മുതൽ എന്നും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, പഴയതുപോലെ സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റണം ഇനി. പിന്നെ മിക്ക ദിവസങ്ങളിൽ ഞാൻ ചെടികൾക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ വെള്ളം നനയ്ക്കാറുണ്ട്. തക്കാളി കണ്ടോ, ഒരു മാസമായിട്ട് പുറത്തുനിന്ന് തക്കാളി വാങ്ങാറേ ഇല്ല. പിന്നെ ഇത് തൈരിലിടുന്ന മുളകാണേ. ഇത് മൾബറി ഉണ്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്നും മിക്കപ്പോഴും പറിച്ച് കഴിക്കാറുണ്ട്. ഇപ്പം ചെറിയ പുളിയൊക്കെയാണ്, ഇനി നന്നായിട്ട് പഴുത്ത് വരുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ വാഴയില്ലേ, വാഴയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ നനച്ചു കൊടുക്കണം. അതും കൂടെ കഴിഞ്ഞാൽ രാവിലത്തെ പണി കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ മാവിൽ കണ്ണിമാങ്ങ ഉണ്ട് കേട്ടോ. പിന്നെ നിറച്ചും നല്ലോണം പൂത്ത് നിൽക്കുന്നുണ്ട്, നിറയെ ഉണ്ട്. പിന്നെ പപ്പായ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ മുന്നേ, പഴുത്തിരിപ്പുണ്ട്. പിന്നെ ഇത് ശീമക്കൊന്നയുടെ പൂക്കളാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. സ്മെല്ലൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്.